ആണും പെണ്ണും ഒരുമിച്ച് കഴിയണമെന്നുള്ളത് യുവതലമുറയുടെ അവകാശം, യുവത്വത്തിന്റെ ആവശ്യം. അല്ലേ ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്മതാനം വിളിക്കൊണ്ടാണ് തോന്നുന്നത്. അത് മാത്രമല്ല കല്യാണം വിവാഹത്തിന് ഞങ്ങൾ കുട്ടിയിലെ ഒന്നേയില്ല. ഞങ്ങൾ അതെല്ലാം ഞങ്ങൾ ഇട്ടൊന്നും പറ്റും. നിങ്ങൾ താമസിക്കണോ? നമ്മൾ ജീവിത സൗന്ദര്യപ്പെടലിനെ നമ്മളിങ്ങനെ അനുകരിച്ചാൽ നാളെ രാഷ്ട്രീയ ശരീരത്തിൽ ഇത് പുറപ്പെടുന്നുണ്ടാകും. അങ്ങനെ നാളെ നശിക്കാനായിട്ട് എന്റെ പൊന്നാങ്ങളന്മാരെ അങ്ങനെ ഞങ്ങൾ പോകട്ടെ. കണ്ട ആദ്യമാരുടെ കൂടെ ഒരു നിമിഷം ഞങ്ങൾ താമസിക്കും. പറഞ്ഞാൽ ക്ഷമിക്കും. അതിന് ഡയലോഗ് വേണോടാക്കി. ദൈവമേ, ഈ പെൺകൊച്ചുങ്ങളുടെ മനസ്സ് നേരെയായി ഇവയും ഇവിടെ താമസിപ്പിക്കണമേ. ഏതായാലും സായിപ്പിന്റെ ബംഗാളിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമാണ്. നിങ്ങൾ പരിചയക്കാരല്ലേ? അതെ, എന്റെ അപ്പൻ സായിപ്പിന്റെ ചേട്ടന്റെ തലക്കാണിച്ച മേനേജരുമായി. അയ്യോ, അതാണ് താമസിക്കുന്നത്. എന്താ സാധ്യതയുണ്ടെന്നാ പറഞ്ഞത്. ഏതായാലും നിങ്ങൾ വരാൻ വരണം. ഇത്രയും കാലം നിന്നെ കണ്ടാൽ അറിയാമോ? അറിയാം. എന്നാൽ ജീവിക്കാം. അത് സമുദായത്തിന്റെ പുതുപ്പാണ്. ദൈവത്തെ അത് നാം അപഹരിക്കുന്ന പാപമാണ്. ഇനി എവിടെയാണ് പറയാൻ പോകുന്നത്? ഓർമ്മയിരിക്കട്ടെ, നിന്നെ കൊല്ലാതിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നാട്ടുമായുള്ള സ്നേഹം രക്തം പിടിക്കാനാണെന്ന് എനിക്കറിയാം. വർഷം വലിയ സാഹിത്യത്തിന്റെ മാനേജറെ കഴിഞ്ഞു. ഒരു ദിവസം ആ ക്ഷേത്രത്തിന്റെ പുറമ്പോക്ക് സ്ഥലം വെട്ടിത്തെളിച്ചപ്പോൾ കർഷകാരത്തിനാണ് ഞങ്ങൾ. അത് അവിടെയുള്ള ഒരു പഴയ ശിവക്ഷേത്രത്തിന്റെ തൊട്ടാണ് അലക്സാണ്ടർ ക്രൈസ്റ്റ്. അതാണ് അമ്പലത്തിന്റെ തൊട്ട് അതിന്റെ ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ ക്രിസ്ത്യാനികളായ നമ്മളുടെ ധർമ്മമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യമായ നിങ്ങൾ കാണാൻ വന്നാൽ സഹോദരനെ തന്നെ നിന്നെ സർക്കാർ വെറുതെ വിടുകയില്ല. ധരിക്കുന്നതാണ് ദിവസം എന്റെ മകൻ എവിടെ